ആർച്ചേ, നിന്റെ കയ്യില് പൈസ വല്ലതും എടുക്കണ്ടാവോ? പൈസയോ? എനിക്കൊരു 50,000 രൂപയുടെ അത്യാവശ്യം. 50,000 രൂപയോ? എന്റെ കയ്യിൽ എവിടുന്നാ സത്യേട്ടാ? അല്ല, സത്യേട്ടന്റെ അക്കൗണ്ടിൽ പൈസ കിടന്നിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? അത് ഞാൻ കഴിഞ്ഞ മാസം ഒരു അത്യാവശ്യം വന്നപ്പോൾ ഒരു തിരിമറി നടത്തി. ഈ ആഴ്ച തരാന്ന് പറഞ്ഞതാ, പക്ഷെ കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം. മര്യാദയ്ക്ക് വിളിച്ച് പൈസ കൊണ്ട് തരാൻ പറ. ആർച്ചേ, ഇതാ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റിയ ആളല്ല. എന്താ ചോദിക്കാൻ പറ്റാത്തെ? ഒന്നുമില്ലെങ്കിലും സത്യേട്ടൻ ഒരു പോലീസുകാരനല്ലേ? ആരെ പേടിക്കുന്നേ? നാട്ടിലുള്ള സാധാരണക്കാർ പോലും കിട്ടാനുള്ള കാശ് ചോദിച്ചു വാങ്ങും. അതല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അലമ്പുണ്ടാക്കും. ചിലര് പോലീസിൽ പരാതിപ്പെടും. ഇതിപ്പോ സത്യേട്ടൻ പോലീസുകാരനല്ലേ, പിന്നെന്താ പ്രശ്നം? ആദ്യം മര്യാദയ്ക്ക് ചോദിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുക. സത്യേട്ടൻ തന്നെ ചെല്ലണമെന്നില്ല, 2 പോലീസുകാരെ വിട്ടാലും പോരെ. ഏതവനാണെങ്കിലും പൈസ ഇവിടെ കൊണ്ടുതരും. എന്റെ ആർച്ചേ, 2 പോലീസുകാർ ചെന്നാ പേടിക്കുന്ന ആളല്ല കക്ഷി. അതാരാ കക്ഷി? CI നരേന്ദ്രൻ സാറ്. സാറൊരു അത്യാവശ്യം പറഞ്ഞു, ഞാൻ കൊടുത്തു. ആ, ബെസ്റ്റ്. CIക്ക് SI പൈസ കൊടുത്തു. ആർച്ചേ, ഒരു അത്യാവശ്യം ഒന്ന് പറഞ്ഞോണ്ട് കൊടുത്തല്ലേ. അതുകൊണ്ടൊന്നും അല്ല. എത്രയോ പേര് സത്യേട്ടൻ്റെ അടുത്ത് പൈസ വായ്പ ചോദിക്കാറുണ്ട്. സത്യേട്ടന് 1 രൂപ കൊടുക്കാറുണ്ടോ? കഴിഞ്ഞ ആഴ്ച തന്നെ സത്യേട്ടന്റെ അനിയൻ പൈസ ചോദിച്ചിട്ട് സത്യേട്ടൻ കൊടുത്തോ? ആർച്ചേ, അതുപോലെ അല്ല ഇത്. CIക്ക് പൈസ കൊടുത്ത ഭാവിയിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് കരുതി കൊടുത്തതാ. ചുരുക്കി പറഞ്ഞ കാര്യസാധനത്തിനുള്ള കൈമണി, കൈക്കൂലി. കൈക്കൂലിയോ? പിന്നല്ലാതെ നേരിട്ട് കാശ് കൊടുത്ത് കാര്യം സാധിക്കുന്നത് മാത്രമല്ല കൈക്കൂലി. ഭാവിയിൽ ഉപകാരത്തെ കരുതി കാശ് വായ്പ കൊടുക്കുന്നത് കൈക്കൂലിയാ. ആർച്ചേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ആരെയും കൈക്കൂലി വാങ്ങിയിട്ടുമില്ല, ആർക്കും കൈക്കൂലി കൊടുത്തിട്ടുമില്ല. കൈക്കൂലി കൊടുത്തല്ലോ, അതല്ലേ ഇപ്പൊ പറഞ്ഞത്. പിന്നെ കൈക്കൂലി വാങ്ങാത്ത കാര്യം, അത് സത്യേട്ടന്റെ സത്യസന്ധത കൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. കൈക്കൂലി കിട്ടണമെങ്കിൽ അതിനൊരു കഴിവ് വേണം. ആർച്ചേ, നീ അവിടെ നിന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ കൈക്കൂലി മേടിക്കാത്തത് കഴിവില്ലാത്തോണ്ടാണെന്ന് അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒരാൾ എന്തിനു കൈക്കൂലി കൊടുക്കണം? അവിഹിത മാർഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ. അങ്ങനെ കാര്യം സാധിക്കണമെങ്കിൽ ആ കാര്യം സാധിച്ചു കൊടുക്കുന്ന ആൾക്ക് അതിനുള്ള കഴിവും വേണം. ഒരു കഴിവില്ലാത്ത ആൾക്ക് ആരെങ്കിലും കൈക്കൂലി കൊടുക്കോ? കൊടുത്തിട്ട് എന്തിനാ? എനിക്ക് കൈക്കൂലി വാങ്ങാൻ കഴിവില്ലാത്തോണ്ടല്ല, പക്ഷെ അതെന്റെ വ്രതമാണ്. ആ, അങ്ങനെയൊക്കെ പറയാം. കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊരു ചൊല്ലുണ്ട്. ആർച്ചേ, എനിക്കാരും കൈക്കൂലി തരാത്തതല്ല, ഒരുപാട് പേര് അതിന് ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ വാറ്റുചാരായ കേസിൽ പിടിച്ച പ്രതികൾ, അവരുടെ മുതലാളി സ്റ്റേഷനിൽ ഒരു കെട്ട് കാശുമായിട്ട് വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ പൈസ ആയിട്ട് ഇപ്പൊ ഇറങ്ങിക്കോളണം, ഇല്ലെങ്കിൽ മുതലാളിയെ പൊക്കി ഞാൻ അകത്തിടുന്നു. ഇതൊക്കെ സത്യമായിട്ട് പറയുന്നതല്ലേ, ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. തീർന്നില്ല, വേറെ ഉണ്ട് കേസ്. അയൽവക്കത്ത് താമസിക്കുന്ന സ്ത്രീയെ പ്രേമം നടിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അവനെ ഞാൻ പൊക്കി അകത്തിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവന്റെ അമ്മാവൻ എന്നോട് വന്നിട്ട് പറയാ, സാറേ ഞങ്ങളെ ചെറുക്കനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എത്ര കാശ് വേണമെങ്കിലും തരാന്ന്. ഞാൻ പറഞ്ഞു അവന്റെ പണി നോക്കാൻ പറഞ്ഞു. അവൻ ഇപ്പോഴും അകത്ത് കിടക്കുക. ഈ സ്റ്റേഷനിലും റോഡിലും നടക്കുന്ന വീരപരാക്രമങ്ങൾ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഈ വീട്ടിൽ ആരെങ്കിലും കൈക്കൂലി കൊണ്ടുവന്നിട്ടുണ്ടോ? അതിനെന്താ ആരും മുതിരാത്ത? ഈ പ്രദേശത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം SI സത്യപാലൻ കൈക്കൂലി വാങ്ങില്ല എന്ന്. ചുമ്മാ പുളു അടിക്കല്ലേ സത്യേട്ടാ. ആ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് നാരായണേട്ടൻ സർവീസിൽ കയറി 5 വർഷം തികയുന്നതിന് മുമ്പ് പുത്തൻ വീട് പണിതു. ശമ്പളം കൊണ്ടൊന്നും നടക്കില്ല, കൈക്കൂലി എന്ന സംഭവം. നാരായണേട്ടന്റെ കാര്യം വീട്. പ്യൂൺ ശങ്കരേട്ടൻ വരെ കാറ് വാങ്ങി. എങ്ങനെ വാങ്ങി? കൈക്കൂലി തന്നെ. പറഞ്ഞു വരുമ്പോ സത്യേട്ടനൊരു SIയാ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരാ. എന്നിട്ട് സത്യേട്ടനൊരു കാറുണ്ടോ? എന്തിന്? ഒരു സൈക്കിളെങ്കിലും ഉണ്ടോ? എനിക്ക് സഞ്ചരിക്കാനേ സർക്കാർ ജീപ്പ് തന്നിട്ടുണ്ട്. ആ, അതും പറഞ്ഞോണ്ടിരുന്നാ മതി. ചേച്ചി, ഞാൻ പൊയ്ക്കോട്ടെ? പണിയെല്ലാം തീർന്നോ? ആ, തീർന്നു. ആ, എന്നാ പൊയ്ക്കോ. കൈക്കൂലി കിട്ടിയ കാശ് കൊണ്ട് കാറ് മേടിച്ച് അതിൽ നിന്ന് നെളിഞ്ഞു പോകുന്ന ശങ്കരേട്ടൻ കഴിവുള്ളവൻ, സർക്കാർ ജീപ്പിൽ പോകുന്ന ഞാൻ കഴിവില്ലാത്തവൻ. ആർച്ചേ, ഒരു ദിവസം നിനക്കെന്റെ വില മനസ്സിലാവും. അന്ന് നീ പറഞ്ഞതെല്ലാം മാറ്റി പറയും. ശരി, അന്നേരം മാറ്റി പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ ചെന്ന് ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 10 പ്രാവശ്യം സത്യസന്ധൻ സത്യസന്ധൻ എന്ന് പറ. സത്യാണ് ചാരു നീ പറയുന്നത്? സത്യം ചേച്ചി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്, എന്റെ ചെവി കൊണ്ട് കേട്ട്. സത്യപാലൻ സാറിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിക്കാൻ ആവത് നോക്കി. പക്ഷെ സാറ് മാന്യനായതുകൊണ്ട് അത് സമ്മതിച്ചില്ല. അതിന്റെ ദേഷ്യമുണ്ട് ആർച്ച ചേച്ചിക്ക്. ആണോ? ആ, അങ്ങേരെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിക്കാൻ നോക്കിയ സ്ഥിതിക്ക് അവര് ഉറപ്പായിട്ട് കൈക്കൂലി വാങ്ങിക്കും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ശമ്പളം കിട്ടാത്ത പണിക്ക് വേണ്ടിട്ട് അവരെന്ന് ഈ ഒരുങ്ങിക്കെട്ടി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്താ, കിമ്പളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ.
ദേ ചാരു, നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നീ നല്ലപോലെ നോക്കിക്കോണം. അത് ഞാനേ ചേച്ചി. ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാതിരിക്കോ? അയ്യോ, എന്താ? ഇച്ചാനോട് പറഞ്ഞില്ല. അയ്യോ പറഞ്ഞില്ലേ? പെട്ടെന്ന് പോയി പറഞ്ഞു. പറഞ്ഞ ഇച്ചായ ഒരു കാര്യം അറിഞ്ഞു. ഇച്ചായൻ എങ്ങനെ അറിഞ്ഞു? എന്റെ പത്രമല്ലേ ഇരിക്കുന്നത്? പത്രത്തിലും വന്നാ പിന്നെ വരാതിരിക്കുവോ? കാറും ലോറിയും കൂടെ കൂട്ടിയിടിച്ച് 4 പേര് മരിച്ച വാർത്തയല്ലേ പത്രത്തിൽ വരും. അതല്ലെന്ന്. ഗ്യാസിന്റെ വില കൂടിയതാണോ? അതൊരു വാർത്തയാണോ? എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുമല്ലേ? ദയിച്ചായ എനിക്ക് ദേഷ്യം വരുന്നോട്ടെ. ഒരു കാര്യം പറയാൻ വരുമ്പോഴത്തേക്ക് പത്രത്തിലെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. എന്റെ കൊച്ചു കാര്യം പറ. ഞാൻ ഇച്ചായനോട് വന്നോട്ട് പറയുന്നുണ്ട് ആ ഉണ്ണിയാർച്ച ഭൂലോക തരികടയാണെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇച്ചായന് വിശ്വാസമായോ? ഇല്ല. എന്റെ ഇച്ചായ അവര് ഭയങ്കര കൈക്കൂലിക്കാരെയാണെന്ന്. അവരുടെ പഞ്ചായത്തിലെ സകലമാന ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിക്കുമെന്ന്. ഉദ്യോഗസ്ഥന്മാര് കൈക്കൂലി വാങ്ങിച്ച മെമ്പർ വാങ്ങിക്കാതിരിക്കോ? ആ എന്റെ പൊന്നോ, പുറമെ എന്തൊരു മര്യാദക്കാരി, സത്യസന്ധ. ഇപ്പോഴല്ലേ ഉള്ളിലിരിപ്പ് മനസ്സിലായത്. എന്റെ പൊന്നു മോൾക്ക് ഈ വെളിപാട് എവിടെ നിന്നാ കിട്ടിയേ? വെളിപാടൊന്നും അല്ല, ചാരു പറഞ്ഞതാ. ഇന്നേ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നെന്ന് അവളെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട്. ഇനി ഒരു വീടാകുമ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടും. അത് ഇപ്പുറത്ത് വന്ന് പറയണത് വൃത്തികേടാ. അയ്യേ, കുടുംബകാര്യം പറഞ്ഞല്ല രണ്ടും കൂടെ വഴക്കിട്ടത്. അങ്ങേര് കൈക്കൂലി വാങ്ങാത്തതാണ് അവരുടെ പ്രശ്നം. അതിന്റെ പേരിൽ അങ്ങേരെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഉണ്ണിയാർച്ചയോ? ഇച്ചാന് വിശ്വാസം വരുന്നില്ലല്ലേ? അല്ലേലും അവളുടെ കൊഞ്ചലും കുഴലും കണ്ട ഇച്ചാന് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ആലിസ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ആരെ കുറിച്ചെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് മോശം പറയാൻ ആരെങ്കിലും ഉണ്ടാവും. ആ തത്വം നീ ഓർത്താൽ നല്ല. എന്നെ പറ്റി ആരും മോശമായിട്ട് പറയത്തില്ല. അതിനുള്ളൊരു അവസരം ഞാൻ കൊടുക്കത്തുമില്ല. ഓ ആയിക്കോട്ടെ. ഇച്ചായ, ഞാൻ പണ്ടോട്ടേ ആലോചിക്കുന്നുണ്ട്. എന്നാടി എന്റെ കൊച്ചു ആലോചിച്ചേ? ഇവർക്ക് ഇത്രയും വലിയ വീട് വെക്കാനുള്ള പൈസ എവിടുന്ന? അയാൾക്ക് അതിന് മാത്രം വരുമാനം ഉണ്ടാ? നമ്മുടെ കോട്ടയത്തെ വീട് ഇതിനേക്കാൾ വലുതല്ലേ? ഞാൻ ഒരു മൃഗ ഡോക്ടർ അല്ലേ? എനിക്ക് അത്രയ്ക്ക് വരുമാനം ഉണ്ടോ? അതെന്റെ അപ്പച്ചൻ വെച്ച വീടല്ലേ? ഉണ്ണിയാർച്ചയ്ക്ക് ഒരു അപ്പൻ ഉണ്ടാവുമല്ലോ, ഒരു കാശും ഉണ്ടാവും. ഇച്ചായൻ എന്തൊക്കെ ന്യായീകരിച്ചാലും അവരൊരു കൈക്കൂലിക്കാരിയാ. ഇതിപ്പോ അവര് മാത്രല്ല, അവര് അങ്ങേരെ കൂടെ അങ്ങനാക്കി മാറ്റും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വിജിലൻസ് കൊണ്ടുപോയി പരാതി കൊടുക്കും. അതാരാ? എണ്ണ ഇട്ട് തന്നാണ്ടല്ലോ. വിജിലൻസ് എന്താണെന്ന് അറിഞ്ഞൂടാ, കൈക്കൂലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. എണീറ്റ് പോയ നീ ഫോണിൽ എന്നാ ഇവിടെ ഇരുന്നോ, ഉണ്ടാതിരുന്നോ. ഇല്ലല്ലോ. എന്റെ മോത്ര ശരിയല്ല. വായിക്കുമ്പോ എത്തി നോക്കരുതേ, ഇഷ്ടമല്ലേ? പോയ കഥ നല്ലത്. എന്താണ് പവിത്ര? നമസ്കാരം സാർ. ഓ നമസ്കാരം സാർ, എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം? അല്ല, സാധാരണ ഒരു സഹായം വേണമെന്ന് വെച്ചാൽ ഞാൻ ഓടി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇതെന്താ പൊതുജന സഹായ കേന്ദ്രമാണ്? സാർ അതല്ല സാർ, അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. അതാ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഓടി പോകുന്നത്. ഞാൻ സഹായമൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കതിന് കൈക്കൂലി തരണം. എന്നാ കൈക്കൂലി? സാർ കൈക്കൂലി മേടിക്കാൻ പോകുന്നു? എന്റെ പവിത്ര, ഇന്നത്തെ കാലത്ത് കൈക്കൂലി വാങ്ങുന്നവരാ യോഗ്യന്മാര്. സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് കൈക്കൂലി തരണം. സാർ ഇത് കാര്യമായിട്ട് പറഞ്ഞാണോ? കാര്യമായിട്ട് പറഞ്ഞ പോലെ തോന്നിയില്ലേ? എന്റെ പൊന്നെ സാർ, ഒരു വാക്കെന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? സാർ നോക്കിക്കോ, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകൾക്കും സാറിന് കൈക്കൂലി കിട്ടാനുള്ള പരിപാടി ഞാൻ ചെയ്തു തരും. അതുകൊട്ടെ പവിത്ര, ഇപ്പൊ വന്ന കാര്യം എന്തിനാ? നമ്മുടെ ആ ശശികുമാറിന്റെ ബിൽഡിംഗ് പെർമിറ്റിന് ഒരു ചെറിയൊരു പ്രശ്നം. ഈ ബിൽഡിംഗ് പെർമിറ്റ് ശരിയാക്കണത് പോലീസ് സ്റ്റേഷനിലല്ലോ. അത് സാറ് ശരിയാക്കി തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ മെമ്പറെ കാണാൻ വേണ്ടി വന്നാ. ദേ, ആ ക്ലർക്ക് ഹരിദാസിനോട് പറഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരാൻ പറയണം. ഈ ഹരിദാസും മെമ്പറും തമ്മിൽ നല്ല സൗഹൃദത്തിലാണല്ലോ. അതോ ഇനി സാറിനെ കൂട്ട് മെമ്പറും കൈക്കൂലി വാങ്ങി തുടങ്ങിയോ? ആണെങ്കിൽ പറയണം, ശശികുമാറിന് നല്ല പൂത്ത പണമുണ്ട്. അതെ പവിത്ര, ഞാൻ കൈക്കൂലി വാങ്ങി തുടങ്ങുമ്പോ അറിയിക്കാം. ആ ശശികുമാറിനോട് പഞ്ചായത്ത് ഓഫീസിൽ എന്നെ വന്ന് കാണാൻ പറ, ഒരു 11 മണി കഴിഞ്ഞിട്ട്. വളരെ ഉപകാരം. ഞാൻ ഇറങ്ങട്ടെ സാറേ. പിന്നെ സാർ ആ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണല്ലോ അല്ലേ? എന്റെ സാറ് കൈക്കൂലി മേടിക്കില്ലാത്തോണ്ടല്ലേ ഞാൻ ഇതിനു വേണ്ടി മുതിരാതിരുന്നത്. ഇനി നോക്കിക്കോ, കൈക്കുമ്പിളിൽ പണവുമായി ഈ വീടിന്റെ വരാന്തയിൽ ജനങ്ങൾ കയറി നിരങ്ങും. പവിത്ര, അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്ന അന്ന് നിന്റെ അന്ത്യമായിരിക്കും. SI സത്യപാലനെ കൈക്കൂലി തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോന്നൊന്നും അറിയണമല്ലോ. മെമ്പറെ, ഈ പുള്ളിയുടെ തലയ്ക്ക് വല്ല ഓളമാണ്. ആ, അത് നിനക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ഓരോ തോന്നല.
അതൊക്കെ അന്വേഷിച്ചു പോയാലേ നമുക്ക് ഭ്രാന്താവും. നീ പോവാൻ നോക്ക്. ചേട്ടാ ഈ വീട്ടിൽ രണ്ടിനും വോട്ടാണ്. എന്ത് സമയം. ഈ കാലത്തെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ പൂക്കുഞ്ഞെ. നമ്മളിന്ന് ആർക്കും ഒരു വിലയില്ലെന്നേ. എന്തു പറ്റി സാറേ? എടോ, ഒരു നാട്ടില് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? അല്ല അത് പിന്നെ അപ്പുറത്തെ മറ്റേ എന്താ ഇത്ര ആലോചിക്കുക? നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തന്നെ അതെ അല്ലേ? അതെ. ഓരോരുത്തരും എന്തോരം കാശ് മേടിച്ച പല കേസും ഒത്തുതീർപ്പാക്കുന്നേ. ഇവിടെ എനിക്ക് മുന്നേ ഇരുന്ന SI അയാൾ എന്തോരം കൈക്കൂലിയായിരുന്നു. അയ്യോ അതൊന്നും പറയാതിരിക്കുന്നത് സാറേ നല്ലത്. തോമസ് സാറ് കൈക്കൂലി വാങ്ങിക്കാതെ ഒരു കാര്യം നടത്തി കൊടുക്കൂലായിരുന്നു. എവിഡൻസിന്റെ കയ്യിലായതല്ലേ അവസാനം വേലൻസുകാർക്ക് കൈക്കൂലി കൊടുത്ത് അവിടെ നിന്ന് തരൂ. ഞാനിവിടെ ചാർജ് എടുത്തേ പിന്നെ ഇതൊരു മാതൃകാ സ്റ്റേഷൻ അല്ലേ? പിന്നെ ആയില്ലേ? പിന്നെ നമ്മൾ ഇന്നേവരെ ആരെന്തെങ്കിലും കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ? പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ജനങ്ങൾ നമ്മളെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? അതെ സാർ അതെ. പക്ഷെ ഇതിപ്പോ ഓരോരുത്തരും നമ്മളെ കളിയാക്കണേ. ആര് സാറേ കളിയാക്കിയത്? ആരാണ് കളിയാക്കിയത്? ആർച്ച തന്നെ. അകത്തിരുന്ന സാറേ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എടോ, എന്റെ ഭാര്യ ഉണ്ണിയാർച്ച. കൈക്കൂലി തന്നാലും കാര്യം നടക്കുമെങ്കിലല്ലേ കൈക്കൂലി തരേണ്ടതുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞോ? ഒരിക്കൽ പറഞ്ഞാ നമുക്ക് കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാ കൈക്കൂലി കിട്ടാത്തതെന്നാ. മനുഷ്യൻ സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കിയാലും സമ്മതിക്കൂല. കൈക്കൂലി മേടിച്ചാലേ നാട്ടിൽ വില ഉണ്ടാവുള്ളൂ എന്നാ. അല്ല കൈക്കൂലി വാങ്ങുന്നില്ല എന്നും പറയണ്ട. നമ്മുടെ കനകാമ്പരനെ കനകാമ്പരൻ അല്ല കാശായിട്ടല്ല ഓരോ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് അതിന്റെ പേരിൽ വെള്ളം അടിക്കുന്നുണ്ട്. എടാ, എന്താ എന്നോട് പറയാത്തെ? അല്ല എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതി. ഇപ്പൊ തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ പിടിച്ചില്ലേ പ്രതിയുടെ അടുത്ത് വൈകുന്നേരം കാണണം, അതും സിറ്റി ബാർ വെച്ച് തന്നെ കാണണമെന്ന് പറയുന്നത് കേട്ടു. എടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയണ്ടേ സാർ കനകാമ്പര? ഞാനാണ് പറഞ്ഞെന്ന് പറയരുത് സാർ പ്ലീസ്. എന്ത് പറയണ എന്ത് പറയണ്ടെന്ന് എനിക്കറിയാം. അല്ല എന്നാലും കനകാമ്പരൻ എന്നും മദ്യപിക്കാറുണ്ടോ? സാർ അത് മദ്യപിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത് സ്വന്തം പൈസയിലായിരിക്കണം. സാർ എൻ്റെ സ്വന്തം കാശുകൊണ്ടാണ് സാർ. അല്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആ ആക്സിഡന്റ് കേസിൽ വന്ന പ്രതിയുടെ മദ്യം വാങ്ങിച്ചു തരാൻ പറഞ്ഞത്. സാർ അതൊരു സൗഹൃദത്തിന്റെ പേരിലാണ് സാർ. പോലീസുകാർക്ക് അമ്മാതിരിയുള്ള സൗഹൃദമൊന്നും വേണ്ട. ഇനി മേലാൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായ കനകാമ്പരം വിവരം അറിയും കേട്ടാ. അപ്പോ എന്താടോ അവന്റെ പേര്? കനകാമ്പരൻ സാർ. എടോ അതല്ല, ആ ആക്സിഡന്റ് കേസിലെ പ്രതിയുടെ പേരെന്താ? അത് മാധവൻകുട്ടി. മാധവൻകുട്ടി. ഈ മാധവൻകുട്ടിയെ വെച്ചൊരു കളി കളിച്ചാലോ? എന്ത് കളി സാർ? പൂക്കുഞ്ഞെ. പൂക്കുഞ്ഞിന് അയാളെ പരിചയമില്ലേ? ഓ ചെറുതായിട്ട്. പൂക്കുഞ്ഞൊരു കാര്യം ചെയ്യണം. അയാളോട് പറയണം, ഈ കനകാമ്പരന് മദ്യം വാങ്ങിച്ചു കൊടുത്തോണ്ട് കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. SIയെ കണ്ട് കാണേണ്ട രീതി കണ്ടാൽ കേസിൽ നിന്ന് ഒഴിവാവാന്ന് പറയാം. അയ്യോ എടോ, SIയെ വീട്ടിൽ ചെന്ന് കണ്ട് കൊടുക്കേണ്ടത് കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് പറയും. സാർ എന്തോ സാറേ കൈക്കൂലി വാങ്ങിക്കാൻ പോകുന്ന? പൂക്കുഞ്ഞെ, നെയ്യപ്പം തിന്ന രണ്ടുണ്ട് ഗുണം. ഈ കനകാമ്പരന് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന അയാളുടെ സൂക്കേട് അതും അങ്ങ് മാറും. പിന്നെ കാശുമായിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണിക്കുന്ന ഷോ കാണുമ്പോൾ ആർച്ച ഒന്ന് അന്തം വിടും. എനിക്ക് കൈക്കൂലി തരാൻ ആരും ഇല്ല എന്നുള്ള അവളുടെ ധാരണയുണ്ടല്ലോ, അതങ്ങ് മാറ്റി കൊടുക്കാം. ഓ എന്ന് ഇപ്പം മനസ്സിലായി. എന്താ പൂക്കുഞ്ഞെ, തിരിച്ചോ? ഒറ്റയ്ക്കാണോ? ആ നന്നായി. ഇങ്ങ് വരട്ടെ. ഇന്നത്തോടെ ആർച്ചയുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു പൂക്കുഞ്ഞെ, താങ്ക് യു. സത്യട്ടാ, ചായ എടുക്കട്ടെ? വേണ്ട. എന്താ, ഓഫീസിൽ നിന്ന് ഒരു ചായ പതിവുള്ളതാണല്ലോ. ഇന്ന് ഒരു സാധാരണ ദിവസം അല്ല, അതുകൊണ്ട് ചായ വേണ്ട. ആഹാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കാലത്തെ നീ എന്താ പറഞ്ഞേ? കൈക്കൂലി വാങ്ങാത്തവൻ കഴിവില്ലാത്തവനാണ്. എന്തായാലും ഈ SI സത്യപാലൻ കൈക്കൂലി വാങ്ങില്ല. അപ്പൊ കഴിവില്ലാത്തവനല്ലേ? കഴിവില്ലാത്തവൻ ചായ കുടിക്കണ്ട. ഈ കഴിവും ചായയും തമ്മിൽ എന്താ സത്യേട്ടാ ബന്ധം? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. അതെ സത്യേട്ടാ, ഞാൻ വായിത്തൊന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ആരാ വന്നതെന്ന് പോയി നോക്കിക്കേ. പിന്നെ എന്നെ കാണാനായിട്ടാണ് വന്നതെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും. പോയി നോക്കാർച്ചേ. എന്താ? SI സാറല്ലേ? ഉണ്ട്. ആരാ? പേര് പറഞ്ഞാൽ അറിയില്ല. സാറിനൊന്ന് കാണാൻ വന്നതാ. കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സത്യേട്ടാ, ദേ ഒരാൾ പൈസയായിട്ട് കാണാൻ വന്നിരിക്കുന്നു. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ആ വാ, അകത്തേക്ക്. ആർച്ച ഒന്ന് നിന്നേ, ഇവിടെ നിന്നേ. എന്റെ പേരെന്താണെന്ന് നിനക്കറിയോ? സത്യപാലൻ സാറല്ലേ? അതെ, സത്യപാലൻ, സത്യത്തെ പാലിക്കുന്നവൻ.
ഈ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ഞാൻ. ആ എന്നെ കൈക്കൂലി തന്ന് വഴിതെറ്റിക്കാനാണ് നീ ഇപ്പൊ വന്നേക്കണേ. അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്താവും നിനക്കറിയോ? അറിയില്ല സാർ. അനിയനത് അറിയണം. ഇല്ലെങ്കിൽ ഇമ്മാതിരി തെമ്മാടിത്തരം നീ വീണ്ടും കാണിക്കും. സാർ, ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാടാ, എനിക്കറിയാം. രാത്രി മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക, എതിരെ വരുന്ന പാവം ബൈക്കുകാരനെ ഇടിച്ചിടുക, എന്നിട്ട് ആ കേസ് ഒതുക്കി തീർക്കാൻ പാവം CPOയ്ക്ക് മദ്യം മേടിച്ചു കൊടുക്കുക. ഇതെല്ലാം പോയിട്ട് ആ കേസ് അന്വേഷിക്കുന്ന സ്ഥലം SIയുടെ വീട്ടിൽ കൈക്കൂലിയുമായിട്ട് ചെല്ലുക. സാർ, എടാ മിണ്ടരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയോ? നിന്നാണല്ലോ പൊക്കിയെടുത്ത് ലോക്കപ്പിലിടെയാണ് വേണ്ടത്. പക്ഷേ നിനക്കത് പോരാ. അയ്യോ, സത്യേട്ടാ, സത്യേട്ടാ, എന്ത് കാണിക്കുന്നെ? സത്യേട്ടാ, അയാൾ വീട് സത്യേട്ടാ. സത്യേട്ടാ, സത്യേട്ടാ, അയാൾ ചത്തുപോയി. സത്യേട്ടാ, സത്യേട്ടാ, എന്തൊക്കെ ഈ കാണിക്കുന്നെ? സത്യേട്ടാ, സത്യേട്ടാ, വീട് സത്യേട്ടാ, സത്യേട്ടാ, എന്തൊക്കെ ഈ കാണിക്കുന്നെ? എടാ ചെറ്റ മാധവൻകുട്ടി, നീ എനിക്ക് കൈക്കൂലി തരല്ല. അയ്യോ, ഞാൻ മാധവൻകുട്ടിയല്ല, പിന്നെ രാജീവനാ. രാജീവനാ? ഏത് രാജീവൻ? CA നരേന്ദ്രൻ സാർ പറഞ്ഞിട്ട് സാറിന് പൈസയും കൊണ്ടുവന്ന ആൾ. എന്താ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞൂടെ? അതിന് സാറ് സമ്മതിക്കണ്ടേ? ഇനിയേ സാറ് പൈസ CAയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. എന്നെ തലിയനെ സാറിനെ കൊണ്ട് ഞാൻ സമാധാനം പറയിക്കും. രാജീവ, സത്യേട്ടാ, ഇവിടെ എന്താ നടന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. എന്ത്? CA സാർ പറഞ്ഞു വിട്ട ആളാണ് അയാളെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെന്താ അയാളെ തല്ലിയേ? ആർത്തെ ഞാൻ കരുതി അവൻ എനിക്ക് കൈക്കൂലിയായിട്ട് വന്ന ആളായിരിക്കും. ഒരാളെ കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ സത്യേട്ടൻ എന്താ ജോലിച്ച് പഠിച്ചിട്ടുണ്ടോ? നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തിയ എല്ലാത്തിനും കാരണം. ഞാനോ? നീ കാലത്ത് എന്താ പറഞ്ഞേ? കൈക്കൂലി വാങ്ങാത്തവൻ കഴിവില്ലാത്തവനാണെന്ന്. അതിന് അങ്ങനെ അല്ലാതെ തെളിയിക്കാൻ വേണ്ടി ചെയ്തതാ. ആ ബെസ്റ്റ്.